ഇപ്പോൾ പോറ്റിയെക്കുറിച്ചാണല്ലോ വലിയ തോതിൽ പ്രചരണം നടത്തിയിരുന്നത്. അവിടെ പോറ്റിയെ കയറ്റിയത് LDF ഗവൺമെൻറ്റും ആ ഗവൺമെൻറ് രൂപം കൊടുത്ത ദേവസ്വം ബോർഡും ഒക്കെയാണ് എന്നാണല്ലോ പ്രചരിപ്പിച്ചിരുന്നത്. പോറ്റി അവിടെ കയറുന്നത് 2004 എല്ലാവർക്കും വ്യക്തമായല്ലോ. 2004 ദേവസ്വം മന്ത്രി ആരായിരുന്നു? ഇന്നത്തെ കോൺഗ്രസിൻ്റെ ഉന്നതനായ അഖിലേന്ത്യാ നേതാവ്. ആ കാലത്ത് കോൺഗ്രസ് നിയോഗിച്ച ദേവസ്വം ബോർഡ്, അതിൻ്റെ പ്രസിഡന്റ് പിന്നീട് കോൺഗ്രസ് വിട്ടിട്ടുണ്ടാവും. പക്ഷെ അന്ന് കോൺഗ്രസിൻ്റെ ആളാണല്ലോ. അന്നല്ലേ പോറ്റി ആദ്യമായിട്ട് അവിടെ കയറുന്നത്? അന്ന് തൊട്ടല്ലേ പോറ്റിക്ക് അവിടെ എല്ലാവിധ കളികളും കളിക്കാനുള്ള അവസരമൊരുങ്ങുന്നത്? ഇതെല്ലാം വിഷമമുണ്ടാക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ് എന്നുള്ളത് കൊണ്ട് അത്തരം കാര്യങ്ങൾ പുറത്തു വരാതിരിക്കുക, അതിനാണല്ലോ ചർച്ചയിൽ നിന്ന് ഒളിച്ചോടുന്ന സമീപനം കോൺഗ്രസും UDFും സ്വീകരിച്ചത്. നിങ്ങൾക്ക് പറയാവുന്നതല്ല നിങ്ങൾ പറഞ്ഞോ. പക്ഷെ ഈ നാടിനറിയാം ആരാണ് ശബരിമലയിലെ സ്വർണം കക്കാൻ നേതൃത്വം കൊടുത്തത്, ആരാണ് അവർക്ക് സഹായം കൊടുത്തത്, ആരാണ് അവരെ സംരക്ഷിക്കുന്നത്. ഈ കാര്യങ്ങൾ ഈ നാട്ടിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അവരുടെ പ്രതീക്ഷകൾക്കനുസരിച്ചുള്ള നടപടി ഉണ്ടാകും എന്നുള്ള കാര്യം സംശയമില്ല. ഇപ്പം രക്ഷപ്പെട്ടു എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ പൂതി അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി എന്നുള്ള കാര്യം വിനീതമായിട്ട് അവരെ ഓർമ്മിപ്പിക്കാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, കമ്മ്യൂണിസ്റ്റുകാർ ഇല്ലാതാകണമെന്നൊന്നും നമ്മളാരും ആഗ്രഹിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് ഇത്തരത്തിലുള്ളൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണോ എന്ന് ചിന്തിക്കുന്നത് കോൺഗ്രസ്സുകാരും ലീഗുകാരും RSPക്കാരും കേരള കോൺഗ്രസ്സുകാരും ഒന്നും മാത്രമൊന്നുമല്ല. ഇത്തരത്തിലുള്ളൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി വേണമോ എന്ന് ചിന്തിക്കുന്നതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് ആ പാർട്ടിക്ക് വേണ്ടി ചോരയും നീരും ഒഴുകിയ സഖാക്കളാണ് എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കുക.